കേവലം 7 വർഷക്കാലയളവിൽ ഇടതുപക്ഷ സർക്കാരിന് വന്ന മനംമാറ്റം, സ്ത്രീ പ്രവേശന വിധിയിൽ നിന്നും ആഗോള അയ്യപ്പ സംഗമത്തിലേക്കുള്ള യാത്ര. ഈ ചുരുങ്ങിയ കാലത്തിൽ CPMന്റെ അടിസ്ഥാന പ്രമാണങ്ങൾക്ക് എന്ത് സംഭവിച്ചു? ഈ ഭീകര തിരുത്തൽവാദത്തിന് സാഹചര്യമൊരുങ്ങിയത് എവിടെയാണ്? CPMന് മാത്രം ഉൾക്കൊള്ളാനാകുന്ന ഈ ആശയനിന്ദ കേരള സാമുദായിക, സാമൂഹിക, രാഷ്ട്രീയ സാഹചര്യങ്ങൾക്ക് ഒരിക്കലും ഉൾക്കൊള്ളാനാകാത്ത ഒളിച്ചുകളിയോ ഒളിപ്പോരോ ആണ്. സർക്കാരിനത് കേവലം ആശയ വിപ്ലവമോ വോട്ട് തന്ത്രമോ മാത്രമാണ്. എന്നാൽ ബലിയാടാക്കപ്പെട്ട ചില പ്രതിഷേധങ്ങളുണ്ട്. അവയ്ക്ക് ഇന്നും ഉത്തരമില്ല. 2018 സെപ്റ്റംബർ 28-നാണ് ശബരിമല യുവതീ പ്രവേശനം അനുവദിച്ചുള്ള ചരിത്രവിധി സുപ്രീം കോടതി പുറപ്പെടുവിപ്പിച്ചത്. LDF സർക്കാർ 2 സ്ത്രീകളെ ദർശനം നടത്തിച്ചു. 2018 സെപ്റ്റംബർ 28-ന് വിധിക്ക് പിന്നാലെ കേരളം ഇളക്കിമറിച്ച പ്രതിഷേധമാണ് ഉയർന്നത്. പോലീസ് എടുത്ത 9,000 ക്രിമിനൽ കേസുകളിൽ പ്രതികളായത് 27,000 പേരാണ്. ഇവരിൽ ഭൂരിഭാഗവും ഇന്നും നിയമ നടപടികൾ നേരിടുന്നുണ്ട്. പലരും കോടതി കയറിയിറങ്ങി 5-6 വർഷം കൊണ്ട് കുറ്റവിമുക്തരായി. സർക്കാർ നിലപാട് മാറ്റി വിശ്വാസികൾക്കൊപ്പമാണെന്ന് പറയുമ്പോഴും ഈ കേസുകൾ പിൻവലിക്കാൻ സർക്കാർ തയ്യാറാണോ എന്ന ചോദ്യമാണ് പന്തളം കൊട്ടാരം ഉൾപ്പെടെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ചോദിക്കുന്നത്. ഇനി ഒരിക്കലും ഭക്തജനങ്ങൾക്കും അവരുടെ വിശ്വാസങ്ങൾക്കും മേൽ 2018-ൽ സ്വീകരിച്ചതുപോലെയുള്ള നടപടികൾ ഉണ്ടാക്കില്ല എന്ന ഉറപ്പും ഭക്തജനങ്ങൾക്ക് നൽകാൻ സർക്കാരിനും ദേവസ്വം ബോർഡിനും തയ്യാറാകണമെന്ന ആവശ്യവും ശക്തമാണ്. ഭക്തജന സമൂഹത്തിന്റെ അഭിപ്രായങ്ങൾ കേൾക്കുവാനും അവരെ വിശ്വാസത്തിൽ എടുത്തും അവരുടെ അഭിപ്രായങ്ങൾ കൂടി കേട്ട് വിശ്വാസങ്ങൾക്ക് കോട്ടം വരാതെ സംരക്ഷിച്ചില്ലെങ്കിൽ മാത്രമേ അയ്യപ്പ സംഗമത്തിന്റെ എല്ലാ ഉദ്ദേശങ്ങളും സാധൂകരിക്കാൻ കഴിയൂ. കേസിൽ പെട്ടതോടെ യുവാക്കളുടെ ഭാവി മാറി മറിഞ്ഞിട്ടുണ്ട്. കേസും നടപടിക്രമങ്ങളുമായി കോടതികൾ കയറിയിറങ്ങേണ്ടി വരുന്നവരാണ് അധികവും. അതിൽ തന്നെ നിരപരാധികളാണ് ഏറെയും.